ഇസ്രായേലിൽ വളരെ കാലം മുൻപ് ജീവിച്ചിരുന്ന ബുദ്ധിമാനായ ഒരു വൃദ്ധനായിരുന്നു യോന. ജനങ്ങൾ അയാളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. എല്ലാവരും അവരുടെ പ്രശ്നങ്ങൾ അയാളെ അറിയിക്കും. അയാൾ അവർക്ക് സമർത്ഥമായി പരിഹാരവും നിർദ്ദേശിക്കും. നല്ലവനും മനുഷ്യസ്നേഹിയുമായ അയാളെ ദൈവം ഇഷ്ടപ്പെട്ടു. യോന ദൈവത്തെ സ്നേഹിച്ചു. എപ്പോഴും ദൈവവചനപ്രകാരം നടന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ അയൽ രാജ്യമായിരുന്നു നിനവേ. ആ രാജ്യത്തിലെ ജനങ്ങൾ വളരെ നീചന്മാരായിരുന്നു. അവർ ദൈവത്തെ ആരാധിച്ചിരുന്നില്ല. അവർ ദുഷ്ടന്മാരും അത്യാഗ്രഹികളും എപ്പോഴും മറ്റുള്ളവരുമായി കലഹിക്കുന്നവരുമായിരുന്നു. അത് കാരണം ദൈവം നിനവയിലെ ജനങ്ങളോട് കോപിതനായിരുന്നു. ഒരു ദിവസം ദൈവം യോനയെ വിളിച്ച് ഒരു ദൗത്യം നിറവേറ്റാൻ അയാളെ ഏൽപ്പിച്ചു. യോന, എനിക്ക് നിന്നോടൊരു കാര്യം പറയുവാനുണ്ട്. ദൈവമേ, അങ്ങയ്ക്ക് സേവ ചെയ്യാൻ കഴിയുന്നത് എന്റെ ഭാഗ്യം തന്നെയാണ്. പറഞ്ഞാലും അടിയൻ കേൾക്കുന്നുണ്ട്. ഇവിടെ നിന്നും അധികം അകലെയല്ലാതെ നിനവേ എന്നൊരു സ്ഥലമുണ്ട്. അവിടെ താമസിക്കുന്ന ജനങ്ങൾ ദുഷ്ടന്മാരാണ്. അവർ പരസ്പരം മോഷ്ടിക്കുകയും സ്വന്തം സഹോദരങ്ങളെ കൊല്ലുകയും അനേകം പാപക്രിയകളും ചെയ്യുന്നു. അവരുടെ രാജാവ് മടിയനും സ്വാർത്ഥനുമാണ്. അവൻ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ പ്രജകൾ പട്ടിണി കൊണ്ട് വലയുകയാണ്. അവൻ പ്രജകളെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരുടെ പ്രവർത്തികൾ എന്നെ കോപിപ്പിക്കുന്നു. അതിനാൽ ഞാൻ അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. എനിക്ക് മനസ്സിലാവുന്നുണ്ട് ദൈവമേ. അവരുടെ പ്രവൃത്തികളെക്കുറിച്ചും എനിക്കറിയാം. അവർ വളരെ നീചന്മാരാണ്. അവർ ഞങ്ങളുടെ ശത്രുക്കളുമാണ്. 40 ദിവസത്തിനുള്ളിൽ നിനവയിൽ ജീവിക്കുന്ന എല്ലാവരെയും ഞാൻ നശിപ്പിക്കുവാൻ പോവുകയാണ്. ഇതെന്റെ തീരുമാനമാണ്. അങ്ങ് പറഞ്ഞതെല്ലാം എനിക്ക് മനസ്സിലായി ദൈവമേ. പക്ഷേ അങ്ങയെ എങ്ങനെയാണ് സഹായിക്കുക എന്ന് എനിക്കറിയുന്നില്ല. അങ്ങയുടെ ആഗ്രഹം നിറവേറ്റുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും ദൈവമേ. നീ നല്ലവനും നീതിമാനുമാണ് യോന. നീ എപ്പോഴും എന്നെ അനുസരിക്കുകയും എന്റെ ഉപദേശം കൈക്കൊള്ളുകയും ചെയ്യുന്നു. നിന്റെ കഴിവുകളിൽ എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നീ ഉടൻ തന്നെ നിനവയിലേക്ക് പോകേണ്ടതാണ്. അവിടുത്തെ ജനങ്ങളോട് നീ എന്നെക്കുറിച്ച് പറയണം. എന്നെക്കുറിച്ച് അവർക്കറിയുകയില്ല. എന്റെ സ്നേഹത്തെക്കുറിച്ച് നീ അവരോട് പറയണം. ദുർനടപടികൾ ഉപേക്ഷിച്ച് അവരോട് നല്ലവരാവാൻ ഉപദേശിക്കണം. നിനക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയൂ. ദൈവമേ, ഞാനിതെങ്ങനെ ചെയ്യും? അവർ നീചന്മാരാണ്. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കില്ല. അതുമാത്രമല്ല, അവർ ഞങ്ങളുടെ ശത്രുക്കളുമാണ്. നിനവയിലെ ജനങ്ങൾ ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളോട് സദാ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ സാധനങ്ങൾ മോഷ്ടിക്കുന്നു. ഞങ്ങളുടെ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു. നീ പറഞ്ഞത് സത്യമാണ്. എന്നിരുന്നാലും നീ അവിടെ ചെന്ന് അവരോട് സംസാരിക്കണം. നിന്നിലൂടെ അവർക്ക് രണ്ടാമതൊരവസരം കിട്ടും. അതവർ നിരസിച്ചാൽ അവർ മരണത്തിനിരയാകും. നീ മാത്രമാണ് അവരുടെ പ്രത്യാശ. അവരുടെ വഴികൾ വിട്ട് എന്നിലേക്ക് തിരിയുവാൻ നിനക്ക് മാത്രമേ അവരോട് പറയുവാൻ കഴിയൂ. ജീവനുള്ള ഒരേയൊരു ദൈവമായ എന്നിലേക്ക് ഞാൻ നിന്നെ പരിപൂർണമായും വിശ്വസിക്കുന്നു. ഏതായാലും 40 ദിവസം കഴിഞ്ഞ് അവരെ നശിപ്പിക്കുവാൻ തീരുമാനിച്ചതല്ലേ? പിന്നെന്തിനാണ് ഞാൻ അവിടെ പോയി എന്റെ ജീവൻ അപകടത്തിലാക്കുന്നത്? നിനവെ നശിക്കാൻ പോകുന്നതറിഞ്ഞാൽ എന്റെ ആൾക്കാർ സന്തോഷിക്കുകയേയുള്ളൂ. അത് തടയാൻ ഞാൻ ശ്രമിച്ചുവെന്ന് കേട്ടാൽ അവർ എന്നെ പുറത്താക്കും. ഇത് എന്റെ തീരുമാനമാണ്. നീ ഇത് തീർച്ചയായും അനുസരിക്കണം യോന. നിനവയിലേക്ക് നീ ഇപ്പോൾ തന്നെ പുറപ്പെടേണ്ടതാണ്. അങ്ങനെ ആകട്ടെ ദൈവമേ. അങ്ങയുടെ ആഗ്രഹം നിറവേറ്റാം. ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യത്തെക്കുറിച്ച് ഓർത്ത് അയാൾ വിഷമിച്ചു. നിനവയിലെ ജനങ്ങളെ ദൈവം നശിപ്പിക്കുന്നതിൽ അയാൾ സന്തോഷിച്ചു. കാരണം അവർ ഇസ്രായേലിന്റെ ശത്രുക്കളായിരുന്നു. അവർക്ക് തങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ മാറ്റാൻ കഴിയില്ലെന്ന് അയാൾക്ക് ഉറപ്പായിരുന്നു. പക്ഷെ ദൈവത്തെ അനുസരിക്കാതിരിക്കുന്നത് എങ്ങനെ? നിനവയിലേക്ക് പോകില്ലെന്ന് അയാൾ അവസാനം തീരുമാനിച്ചു. അയാൾ ഭയപ്പെട്ടു. നിനവയിൽ നിന്ന് രക്ഷപ്പെടാനും ദൈവത്തിൽ നിന്ന് ഒളിക്കാനും അയാൾ തീരുമാനിച്ചു. യോന നിനവയിൽ നിന്ന് വളരെ അകലേക്ക് മരുഭൂമിയിലൂടെ യാത്ര ചെയ്തു. ഒടുവിൽ അയാൾ കടൽക്കരയിലെത്തി. മറ്റൊരു പട്ടണത്തിലേക്ക് പുറപ്പെടാൻ ഒരു കപ്പൽ തയ്യാറായിരിക്കുന്നത് കണ്ടു. കപ്പലിൽ തനിക്കും യാത്ര ചെയ്യാനാവുമോ എന്ന് അയാൾ ചോദിച്ചു. കപ്പിത്താൻ ആദ്യം വിസമ്മതിച്ചെങ്കിലും ഒടുവിൽ സമ്മതിച്ചു. യോന വിശ്വസിക്കുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഏക സത്യദൈവത്തെ ജനങ്ങൾക്കറിയില്ലായിരുന്നു. അവർ കല്ലുകളെയും മരപ്രതിമകളെയും ആരാധിച്ചു. അവർക്ക് സൂര്യനും ചന്ദ്രനും സമുദ്രത്തിനും വെവ്വേറെ ദൈവങ്ങളുണ്ടായിരുന്നു. യോന ഇത് കണ്ടെങ്കിലും ഒന്നും തന്നെ സംസാരിച്ചില്ല. അയാൾ കപ്പലിന്റെ അടിത്തട്ടിൽ കിടന്നുറങ്ങി. യോന കപ്പലിന്റെ അടിത്തട്ടിൽ ഗാഢനിദ്രയിലായിരുന്നു. കപ്പൽ കുറേ ദൂരം പ്രയാണം ചെയ്ത ശേഷം ഒരു വലിയ കൊടുങ്കാറ്റിൽ അകപ്പെട്ടു.
ഒരു കടലാസ് തോണി പോലെ ജനങ്ങൾ ചാഞ്ചാടിക്കൊണ്ടിരുന്നു. കപ്പലിലെ യാത്രക്കാരെല്ലാം ഭയം കൊണ്ട് അവരവരുടെ ദൈവങ്ങളെ വിളിച്ചു കരഞ്ഞു. പുറത്ത് കൊടുങ്കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോന സമാധാനമായി ഉറങ്ങുന്നത് കണ്ട് യാത്രക്കാരെല്ലാവരും അത്ഭുതപ്പെട്ടു. ഹേയ് യോന, എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ. നിനക്ക് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? പുറത്ത് വലിയൊരു കൊടുങ്കാറ്റടിക്കുന്നു. കപ്പൽ ഏതു നേരവും മുങ്ങാൻ പോവുകയാണ്. വേഗം എഴുന്നേറ്റ് നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കൂ. ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്കിലും ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് ഏതു നേരവും കപ്പൽ തകർക്കും. അല്ല, ഇത് എന്റെ ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരേ ഒരു ദൈവത്തിന്റെ. നിന്റെ ദൈവത്തെ കോപിപ്പിക്കാൻ നീ എന്തെങ്കിലും പ്രവർത്തിച്ചുവോ? ഈ കൊടുങ്കാറ്റ് എങ്ങനെ നിർത്തും? ഞാൻ ദൈവത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ദൈവം എനിക്ക് തന്ന ദൗത്യം ഞാൻ നിറവേറ്റിയില്ല. അതുകൊണ്ടാണ് ദൈവം എന്നോട് കോപിച്ചത്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാനാകും? ഇനി ഒന്നും തന്നെ ചെയ്യാനില്ല. എന്നെ ഈ കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിഞ്ഞാൽ മാത്രമേ ഈ കൊടുങ്കാറ്റ് അവസാനിക്കുകയുള്ളൂ. എന്റെ ദൈവം നിങ്ങളെ വെറുതെ വിടും. ഇല്ല, ഞങ്ങൾക്കത് ചെയ്യാനാവില്ല. നിങ്ങളൊരു നല്ല മനുഷ്യനാണ്. നിങ്ങളെ ഉപദ്രവിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. കപ്പലിലെ കുറച്ച് ചരക്കുകൾ നമുക്ക് കടലിലേക്ക് എറിഞ്ഞു നോക്കാം. അപ്പോൾ കപ്പലിന്റെ ഭാരം കുറഞ്ഞാലോ? കപ്പൽ ജോലിക്കാർ ചരക്കുകൾ ഓരോന്നോരോന്നായി കടലിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷെ കൊടുങ്കാറ്റിന്റെ ശക്തി ഒട്ടും തന്നെ കുറഞ്ഞില്ല. ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും ഉണ്ടാവില്ല. എന്നെ കടലിലേക്ക് വലിച്ചെറിയൂ, നിങ്ങൾ രക്ഷപ്പെടും. നിങ്ങളുടെ ദൈവം നിങ്ങളെ സംരക്ഷിക്കും. വേറെ വഴിയൊന്നും കാണാതായപ്പോൾ കപ്പൽ ജോലിക്കാർ യോനയെ കപ്പലിൽ നിന്നും കടലിലേക്ക് വലിച്ചെറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, കൊടുങ്കാറ്റടിക്കുന്നത് പെട്ടെന്ന് നിന്നു. സമുദ്രം ഉടൻ തന്നെ ശാന്തമായി. അടുത്ത നിമിഷം തന്നെ ഒരു വലിയ തിമിംഗലം വന്ന് യോനയെ വിഴുങ്ങി. മുൻപൊരിക്കലുമില്ലാതിരുന്ന ഭയം യോനയെ കീഴ്പ്പെടുത്തി. അയാൾ അന്ധകാരത്തിലിരുന്ന് തണുത്തു വിറച്ചു. അയാൾക്ക് ചുറ്റും വല്ലാത്തൊരു ദുർഗന്ധമുണ്ടായിരുന്നു. കൂടാതെ നുരകളും പലതരം സാധനങ്ങളും ചുറ്റും ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴാണ് താനൊരു തിമിംഗലത്തിന്റെ അകത്താണെന്ന് അയാൾ മനസ്സിലാക്കിയത്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അയാൾക്ക് മനസ്സിലായില്ല. പക്ഷെ ദൈവമാണിതെല്ലാം ചെയ്യുന്നതെന്ന് അയാൾ അറിഞ്ഞു. യോന 3 പകലും 3 രാത്രിയും തിമിംഗലത്തിന്റെ വയറ്റിനകത്ത് കിടന്നു. അയാൾ സദാ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അയാൾ ദൈവത്തോട് മാപ്പ് ചോദിച്ചു. ഇനി ഒരിക്കലും ദൈവത്തിൽ നിന്നും ഒളിക്കില്ലെന്ന് ദൈവത്തിന് വാക്കുകൊടുത്തു. ദിവസം ചെല്ലുന്തോറും യോനയ്ക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു. ഇനി വെളിച്ചം കാണില്ലെന്ന് അയാൾ ഉറപ്പിച്ചു. താൻ ചെയ്ത വിഡ്ഢിത്തത്തെക്കുറിച്ച് അയാൾ ഓർത്തു. ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ഒളിച്ചിരിക്കാൻ കഴിയുമെന്ന് തനിക്കെങ്ങനെ തോന്നി? ഇത് അയാളുടെ വിഡ്ഢിത്തമായിരുന്നു. തിമിംഗലത്തിന്റെ വയറ്റിൽ ഏകനായി തണുത്തിരിക്കുമ്പോൾ അയാൾ വളരെ ദുഃഖിച്ചു. പക്ഷേ അയാൾ ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ആശ്വാസം തോന്നി. ദൈവം തന്നെ സംരക്ഷിക്കുമെന്ന് അയാൾ വിശ്വസിച്ചു. 4-ാം ദിവസം തിമിംഗലം വായ തുറന്ന് യോനയെ കരയിലേക്ക് തുപ്പി. വീണ്ടും വെളിച്ചം കണ്ടപ്പോൾ യോനയ്ക്ക് ആശ്വാസമായി. അയാൾ തിമിംഗലത്തിന്റെ വയറിനകത്ത് 3 ദിവസം ഇരുട്ടിലായിരുന്നു. അതിനുശേഷം ദൈവം യോനയോട് സംസാരിച്ചു. യോന, നിനക്ക് എന്നിൽ നിന്നും ഒളിച്ചിരിക്കുവാനാവുകയില്ല. നീ എന്തു തന്നെ ചെയ്താലും ഞാൻ എപ്പോഴും നിന്നോട് കൂടെ തന്നെ ഉണ്ടാകും. എന്നോട് ക്ഷമിക്കണം ദൈവമേ. ഞാൻ ചെയ്ത വിഡ്ഢിത്തം എനിക്ക് ബോധ്യമായി. അതിനു പകരമായി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയൂ. ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ ചെയ്യുക. നീ തീർച്ചയായും നിനവയിലേക്ക് പോയി ഞാൻ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കണം. എന്നെ അറിയാത്തതുകൊണ്ടാണ് അവർ ദുഷ്കൃത്യങ്ങൾ ചെയ്യുന്നത്. എന്റെ ഉപദേശങ്ങൾ അവർക്കറിയില്ല. മനസ്താപപ്പെട്ട് നല്ലവരാകാൻ അവർക്കൊരവസരം കൂടി നൽകണം. അങ്ങയുടെ ആജ്ഞ ഞാൻ നിറവേറ്റാം ദൈവമേ. അങ്ങയുടെ അളവില്ലാത്ത സ്നേഹത്തെക്കുറിച്ച് ഞാൻ നിനവയിലെ ജനങ്ങളെ തീർച്ചയായും അറിയിക്കാം ദൈവമേ. ഇത്തവണ വാക്ക് കൊടുത്തതുപോലെ യോന നിനവയിലേക്ക് പോയി. ദൈവത്തെയും ദൈവരാജ്യത്തെയും കുറിച്ച് അയാൾ ജനങ്ങളോട് സംസാരിച്ചു. ദൈവം തന്നെ വലിയൊരു കൊടുങ്കാറ്റിൽ നിന്നും രക്ഷിക്കാൻ ഒരു തിമിംഗലത്തിനെ അയച്ച സംഭവം അയാൾ അവരോട് പറഞ്ഞു. സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടതും ജനങ്ങളോട് ദയ കാണിക്കേണ്ടതും എന്തിനാണെന്ന് അയാൾ അവരെ പഠിപ്പിച്ചു. ദൈവവചനങ്ങൾ അവരെ പഠിപ്പിച്ചു. എല്ലായ്പ്പോഴും എങ്ങനെയാണ് ദൈവം അവരെ സംരക്ഷിക്കുന്നതെന്നും പറഞ്ഞുകൊടുത്തു. ദൈവത്തിന്റെ ശിക്ഷയെക്കുറിച്ചും അവർക്ക് മുന്നറിയിപ്പ് നൽകി. അയാൾ പറയുന്നത് ജനങ്ങൾ കേൾക്കുന്നത് കണ്ട് അയാൾക്ക് അത്ഭുതമായി. യോനയെക്കുറിച്ച് അറിഞ്ഞ് രാജാവ് അദ്ദേഹത്തെ കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു. ദൈവത്തിന്റെ ദയയെക്കുറിച്ച് യോന രാജാവിനോട് സംസാരിച്ചു. അവർ സ്വയം മാറിയില്ലെങ്കിൽ 40 ദിവസത്തിൽ നിനവ രാജ്യം മുഴുവനും നശിക്കുമെന്നും പറഞ്ഞു. രാജാവ് ഇതുവരെ ചെയ്ത എല്ലാ ക്രൂരതകൾക്കും അക്രമങ്ങൾക്കും മാപ്പ് പറയുകയും ചെയ്തു. ഇനി മുതൽ എപ്പോഴും ഏക സത്യദൈവത്തെ മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. രാജാവ് ജനങ്ങളോട് യോന പ്രാർത്ഥിക്കുന്ന അതേ സത്യദൈവത്തെ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. നിനവയിലെ ജനങ്ങളുമായി യോന ഒരുപാട് ദിവസം ചിലവഴിച്ചു. നിനവയിലെ ജനങ്ങൾ മാറിയതായി ദൈവം മനസ്സിലാക്കി. അതുകൊണ്ട് നിനവ രാജ്യത്തെ നശിപ്പിക്കില്ലെന്ന് ദൈവം തീരുമാനിച്ചു.
അതിനുശേഷം തന്റെ ദൗത്യം പൂർത്തിയായി എന്ന് മനസ്സിലാക്കിയ യോന വീണ്ടും ഇസ്രായേലിലേക്ക് യാത്രയായി. എന്നിരുന്നാലും നിനവ രാജ്യം നശിക്കണമെന്ന് അയാൾ ആഗ്രഹിച്ചു. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് മുഴുവനായി മാറാൻ കഴിയുമെന്ന് അയാൾ വിശ്വസിച്ചില്ല. നിനവയെ നശിപ്പിക്കില്ല എന്ന ദൈവത്തിന്റെ തീരുമാനത്തോട് യോന യോജിച്ചില്ല. യോനയുടെ ചിന്തയെക്കുറിച്ചറിഞ്ഞ ദൈവം അയാളോട് സംസാരിച്ചു. യോന, നീ എന്തുകൊണ്ടാണ് ദുഃഖിതനായിരിക്കുന്നത്? അങ്ങ് നിനവയെ നശിപ്പിക്കും എന്നല്ലേ പറഞ്ഞത്? ഇവർ ഇസ്രായേലിന്റെ ശത്രുക്കളാണ്. എന്തുകൊണ്ടാണ് അവരെ നശിപ്പിക്കാഞ്ഞത്? നീ ചെയ്ത നന്മയെക്കുറിച്ച് നീ അറിയുന്നില്ല യോന. അവരിനി ഒരിക്കലും നിങ്ങളുടെ ശത്രുക്കളല്ല. നിന്നെ പോലെ തന്നെ അവരും യഥാർത്ഥ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ചെയ്ത തെറ്റുകൾ തിരുത്തുവാൻ ഞാൻ എല്ലാവർക്കും മറ്റൊരവസരം കൂടി നൽകും. എന്റെ ജനങ്ങളെ ശിക്ഷിക്കുവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ അവരെ സ്നേഹിക്കുന്നു. അവരെ സൃഷ്ടിച്ചത് ഞാനാണ്. നല്ലവരാകുവാനുള്ള അവസരം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ എങ്ങനെ എനിക്ക് അവരെ നശിപ്പിക്കുവാൻ സാധിക്കും? ഇതെല്ലാം സാധ്യമായത് നിന്റെ പ്രവർത്തികളിലൂടെയാണ് യോന. ഇപ്പോൾ ഭവനത്തിലേക്ക് പോകൂ. സമാധാനത്തോടെ തിരിച്ചു പോകൂ. നീ ദൈവത്തിന്റെ ആഗ്രഹം നിറവേറ്റിയിരിക്കുന്നു. വളരെ നല്ലത് ദൈവമേ, എനിക്കെല്ലാം മനസ്സിലായി. അങ്ങയെ സേവിക്കാൻ തന്ന ഈ അവസരത്തിന് നന്ദി ദൈവമേ. പലതവണ എന്നെ രക്ഷിച്ചതിനും നന്ദിയുണ്ട് ദൈവമേ. അങ്ങനെ യോന ഇസ്രായേലിലേക്കുള്ള യാത്ര തുടർന്നു. ദൈവത്തെക്കുറിച്ചും ദൈവത്തിന് ജനങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ചും പറഞ്ഞു നടന്നു. ഒരു തിമിംഗലത്തിന്റെ വയറിനകത്ത് 3 ദിവസത്തോളം കിടന്നതും ദൈവം അദ്ദേഹത്തെ രക്ഷിച്ചതും ജനങ്ങളോട് പറഞ്ഞു നടന്നു. ജനങ്ങൾ അയാളെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്തു. വൃദ്ധനായ പ്രവാചകൻ ഒരുപാട് കാലം ജീവിക്കുകയും ചെയ്തു.